ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഡൈസ് പ്ലസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്കൊരു ക്ലബ്ബുണ്ട്. ക്ലബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയിട്ട് ഒരാഴ്ച 1 വീക്കൊക്കെ ആയിട്ടുള്ളൂ. നമ്മുടെ പാറശാല ദിയ ഹീറോ ഷോറൂമിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയ എക്സ്പേഴ്സിൻ്റെ ക്ലബ്ബാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ നിന്നൊരു റൈഡാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊന്നുമില്ല, നമ്മുടെ ഇവിടെ പാറശാലയിൽ നിന്ന് നേരെ നമ്മുടെ വെള്ളയുടെ നേരെ നെട്ട ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ നിന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തൃപ്പരപ്പങ്ങാണ്ട് പോകണം എന്നുള്ളൊരു പ്ലാനുണ്ട്. പക്ഷെ എങ്ങനെയാണെന്നുള്ള അറിയുന്നില്ല. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഡ്രിങ്ക്, ഒരു ജ്യൂസ് അങ്ങനത്തെ കാര്യം കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ നെട്ട പോയിട്ട് അവിടെ നിന്ന് ഫുഡ്, അവിടെ നിന്ന് മീനൊക്കെ വെച്ച് അടിപൊളി ഫുഡൊക്കെ അടിച്ചിട്ട് അവിടെ നിന്നാണ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കറക്റ്റായിട്ട് എന്താണെന്ന് വെച്ചിട്ട് അറിഞ്ഞിട്ട് അങ്ങനെയാണ് ഇത്ര ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ടൈം ഏറെ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ കേട്ടാ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഞായറാഴ്ച ദിവസമായപ്പോൾ അല്പം ഉറങ്ങിപ്പോയി. 9 മണിക്ക് അവിടെ പോകണം. ഇപ്പോൾ 9 മണിയായി. എന്തായാലും ഇനി ഇവിടെ നിന്ന് വേണം ഇനി തിരക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വണ്ടി ഫുൾ ഓൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടോപ്പ് ബോക്സ് കൂടെ എടുത്ത് വണ്ടിയിൽ വെക്കണം. വണ്ടിയിൽ വെക്കണം, നേരെ തിരക്കണം കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കാണണം. അപ്പോൾ എന്തായാലും പിന്നെ വന്നിട്ട് ഞാൻ ഗോപ്രോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോപ്രോയിൽ വന്നിട്ട് മൈക്ക് അഡാപ്റ്റർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം വന്നില്ല ഇതുവരെയും. വരണമായിരിക്കും. അല്പം ഞാൻ വീഡിയോ ചെയ്യും, പക്ഷെ അത് വന്നിട്ട് സൈഡ് നോയ്സ് അടിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. 2 വീഡിയോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ അത് അടിപൊളിയാക്കി നമ്മൾ സെറ്റാക്കി ഇറക്കണമായിരിക്കും. അടുത്ത അടിപൊളി മോട്ടോർ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കിടിലം വീഡിയോ. പിന്നെ വന്നിട്ട് ബാറ്ററി ബാക്കപ്പ് അല്പം കുറവാണ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ഷമിച്ച് കുറച്ച് ദിവസം അതവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് ടൈം വേസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴേ ടൈം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോക്ക് എത്തുമ്പോൾ നമ്മുടെ ചാനൽ അറിയുമ്പോൾ കാര്യങ്ങളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കുക. അപ്പം നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് തിറക്കാം. ഓക്കെ, പിന്നെ വന്നിട്ട് അവിടെ വന്നിട്ട് പാറശാല തൊട്ട് നമ്മുടെ നെട്ട വരെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് വന്നിട്ട്. അപ്പോൾ സ്റ്റാർട്ടായോ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കോളും കാര്യങ്ങളൊന്നും വന്നില്ല. എന്തായാലും സ്റ്റാർട്ടായില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കറക്റ്റ് 9 മണിക്ക് വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ അവർ വന്നിട്ട് പെട്രോളും ഫുഡും കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ്. എന്നാലും നമ്മൾ ഒരു വഴിക്ക് പോകണമല്ലോ. എന്തെങ്കിലും പെട്രോൾ അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പോകാം കേട്ടോ. ഇവിടെ പമ്പുണ്ട്. എന്തായാലും ജസ്റ്റ് കയറി പെട്രോൾ അടിച്ചിട്ട് പോവാം. ഓക്കെ, പെട്രോള് പെട്രോളിന്റെ വെള്ളത്തിന്റെ 250. അതേ ഓ എല്ലാം ഉണ്ട്. കയ്യിനുണ്ട്, കാലിനുണ്ട്, മുട്ടിനുണ്ട്. സമയമില്ല. എന്തായാലും നമുക്കിനി നേരെ ഷോറൂമിലെത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ. നമ്മളിവിടെ ഷോറൂമിലെത്തിയിട്ടുണ്ട്. ഷോറൂമിലെത്തിയിട്ട് അവിടെ വലിയൊരിയായിട്ട് വണ്ടികൾ ഇരിപ്പുണ്ട്. ഇനിയും വണ്ടികൾ കാണും. വലിയൊരിയായിട്ട് നമ്മുടെ വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തൊരു എക്സ്പ്രസ് മാറി ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 റാലിയും കാര്യങ്ങളും ഉണ്ട്. സൈഡിൽ
സൈഡിലൊരു സൗണ്ട് കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിലങ്ങനത്തെ പരിപാടി വരെ നടക്കുകയാണ്. അതൊന്ന് ക്ഷമിക്കണം. നമുക്ക് എന്തായാലും ഇനി ബാക്കി കാര്യങ്ങൾ റൈഡ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണാം കേട്ടോ. ചില കാരണങ്ങളാൽ മാറി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നിലവിൽ നമ്മൾ വീണ്ടും റൈഡിൽ വയ്ക്കും. നമ്മൾ ഇതിന്റെ മെയിൻ ഉദ്ദേശം നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. നമുക്കൊരു പ്രീമിയം ലെവലിലാണ് നമുക്ക് ഇനി എക്സ്പെർട്സ് വരുന്നത്. കസ്റ്റമറിനും അതേ ഫീലാണ് ഞങ്ങൾ ഷോറൂമിൽ കൊടുക്കുന്നത്. സർവീസിന് ബാക്കി കാര്യങ്ങൾ എല്ലാവരും ഒരു പ്രയോറിറ്റി. സർവീസ് മോശമാണെന്നുള്ളൊരു ഫീഡ്ബാക്ക് ഉണ്ട്. ചില കസ്റ്റമേഴ്സിന് വാഷിംഗ് ശരിയായിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ആരടുത്ത് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ജനറൽ മാനേജർ ഉൾപ്പെടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പം മാനേജർ ഉൾപ്പെടെ എന്തെങ്കിലും സൈഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് മെൻഷൻ ചെയ്യും. ആ ഗ്രൂപ്പിലങ്ങ് മെൻഷൻ ചെയ്താൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പാർട്സിനാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചായി, എൻ്റെ പെയിന്റിങ്ങിൻ്റെ കോസ്റ്റ് എത്രയായി, എല്ലാം A-to-Z ഞങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള A-to-Z കാര്യങ്ങൾ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഒരു റൈഡ് കൊണ്ടും ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മാത്രം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് കുറച്ചപ്പം ഇപ്പോൾ ഇത് വന്നിട്ട് കുറുങ്കുട്ടിയിലാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഒരു പമ്പുണ്ട്. അവിടെ നേരെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് തെറിക്കണമായിരിക്കും. എന്തായാലും ഫൈനലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റാണ് ട്രാവലിങ്. അപ്പോൾ ഇനി ബാക്കിയുള്ള എങ്ങനെയൊക്കെ ആവും എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ. നമുക്കെന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിയിൽ കാണാം. അതാ ശരി, നമ്മൾ ലെറ്റ്സ് ഗോ. മൗനവ്രതം ശിവധ്യാനം നിരന്തരം മാലിന്യമാരുടെ സത്സർഗവർജനം. ലെറ്റ്സ് ഗോ. നമ്മുടെ ട്രാവൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി കുറേ പേരുണ്ട് കൂടെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രണ്ടിലേക്ക് ഞാനാണ്. ഇതാണോ പറഞ്ഞേ? അവരെവിടെ? ഓക്കെ, ഫസ്റ്റ് ഇവിടെ നിന്ന് പെട്രോളും അടിച്ചിട്ടാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇനി 2 പേര് വരാനുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ ഷോറൂമിൽ നിന്ന് എന്താ പറയുക നമ്മളെ ഈ ഡെവലപ്പ് ചെയ്തെല്ലാം സെറ്റാക്കി ഇട്ട കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അവർ വന്നതിന് ശേഷം നേരെ ഇവിടെ കയറി പെട്രോൾ അടിക്കുന്നു, തെറിക്കുന്നു. അതെ, അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ പെട്രോൾ അടിക്കുക, കഴിക്കുക. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തെറിക്കുമ്പോഴത്തേക്കും ബാക്കി എന്താണെന്ന് നോക്കിയിട്ട് കാണാം കേട്ടോ. ശരിയെന്നാ പിന്നെ വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യണം, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളിനി ചാർജ് ഗോപ്രോയിൽ ചാർജ് നിൽക്കുന്ന ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല, ക്ലിയറായിട്ട് കേൾക്കാനായിട്ട് മൈക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കാരണം പിന്നെ ചാർജ് നിൽക്കുന്നത് അല്പം സീനാണ്. ഇപ്പോൾ തന്നെ ഇതാ 100% കുറച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ 60% ആയിട്ടുണ്ട്. അപ്പം ബാറ്ററി ചെറിയൊരു ഇഷ്യൂ ആണ്. അത് ഒരു ബാറ്ററിയെ കയ്യിലുള്ളൂ. അത് കാരണം നമ്മളെന്തായാലും കുറച്ച് നല്ല നല്ല സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും ബാക്കി ഇനി ഇവിടെ നിന്ന് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് തീർക്കും ബാക്കി എന്താണെന്ന് വെച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമ്മൾ ട്രാവലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി ഡെസ്റ്റിനേഷനിൽ പോകാം. അടുത്തിന് നേരെ ഇവിടെ നിന്ന് ഡ്രിങ്കാണ്, ഫുഡടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും നേരെ അങ്ങോട്ട് എറിയാം. അങ്ങനെ നമുക്കിതാ ഇവിടെ ഡ്രിങ്കിന് സെലക്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കടയിൽനിന്നാണ്, ഫുഡാണോ എന്താണോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്നാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും അവിടെ നടക്കുന്നുണ്ട്. നല്ല പൊതി വെയിലാണ് കേട്ടോ. ഞാൻ വിചാരിച്ച്
ഫസ്റ്റ് അറിഞ്ഞൂടാത്ത ആരെങ്കിലും എന്നാണ് വിചാരിച്ചത് കേട്ടോ. നമ്മളൊരു കൈ കൊണ്ട് തൊട്ട് ബാക്കിലിരിക്കുന്നു. നമ്മളെ വണ്ടിയല്ല, വേറെ വണ്ടി. ക്ലബ്ബ് പെർമിഷൻ അയച്ചിട്ടുണ്ട്. ആള് വരും. വണ്ടി നേരം വിടാം. പോലീസ് വിളിച്ചിട്ടുണ്ട്. എങ്ങനെ മൊത്തമായിട്ട് പോകാൻ പെർമിഷൻ പോലീസ് കുറേ പേര് ജാഥ പോകണം. ഒന്നൂറാകുമ്പോൾ എവിടെ പോകണം? മുട്ട തന്നെ കുട്ടി കളിക്കുന്നില്ല. അവിടെ നടി തോന്നി ഇറങ്ങാം. നിങ്ങൾ അതുപോലെ ചേർന്ന് പോകുന്നതല്ല. പെർമിഷൻ പോലീസിൻ്റെ പെർമിഷൻ. ജാഥയായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഇതെല്ലാം നമ്മളാണ്. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഇപ്പോൾ പോകുമ്പോൾ അവിടെ ഒന്നും അവിടെ റോട്ടിൽ ഇവിടെ ഒന്നും നിർത്താം. നിർത്താൻ ഇവിടെ ആണല്ലോ. നിങ്ങളെ വണ്ടി ഇവിടെ ജയസന്ദരൂടായിപ്പം പറഞ്ഞൂടെ ഇനി പെർമിഷൻ വേണമെന്ന്. അയ്യോ അയ്യോ, തമിഴ്നാട് പോലീസ് ഈസ് ബാഡ് ബോയ്സ്. നല്ലൊരു കണ്ടല്ലായിരിക്കും. അടിപൊളി. ഓരോരുത്തരായിട്ട് പോയാൽ മതി. ഓരോ ടാസ്ക് ഇല്ല അല്ലേ? കൊടി ഇരിക്കുന്നുണ്ടോ? കൊടി ഇരിക്കുന്നുണ്ടോ? എനിക്ക് അവിടെ നേരെ കമ്പൂരിക്ക് വല്ലതും പോയല്ലോ. ആ പോണെങ്കിൽ പോയി. എനിക്ക് എവിടെയാണോ ഇതെന്തായാലും ഒരു നെട്ട വരെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേറെ ഏതെങ്കിലും സ്പോട്ട് കൂടെ നോക്കിയെങ്കിൽ കൊള്ളായിരുന്നു. നെല്ലിക്കയോട് പോകാമല്ലോ. നെല്ലിക്ക പോണെങ്കിൽ പോവാം. ആകുമ്പം അത്യാവശ്യം ഇവർക്ക് ഓഫ് റോഡ് അധികം അടിക്കാത്തവർക്ക് ഓഫ് റോഡ്. നെല്ലിക്ക മാതാമലയാണ് കട്ട ഓഫ് റോഡ്. പോയിട്ടുണ്ടോ? വില്ലുന്നി അത് എവിടെ? അത് അത്യാവശ്യം നല്ലൊരു എവിടെ ഇട്ട് വരും? നമ്മളെ നെല്ലിക്ക മലയുടെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ പോലീസ് നമ്മളെ വിട്ടിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യം അങ്ങോട്ട് നോക്കാം. ഓക്കേ. നമുക്കിനി പിന്നെ നല്ല ബാറ്ററിയും കാര്യങ്ങളും ഒരു 2-3 ബാറ്ററിയൊക്കെ വാങ്ങിച്ച് ഒരു മൈക്കിൻ്റെ സെറ്റപ്പ് എന്തായാലും ചെയ്യും. നമ്മളൊരു ചെറിയൊരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് എന്തായാലും കിട്ടും കുറച്ച് ശേഷം. അതിനുവേണ്ടി നമ്മൾ അടിപൊളി പബ്ലിക് റിയാക്ഷനും ഹെവി കണ്ടൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളിനി അങ്ങോട്ട് പൊളിക്കും കേട്ടോ. നമ്മളിനി അങ്ങോട്ട് എന്തായാലും ഒരു ഹെവി കണ്ടൻറ്റ് വരുന്നതായിരിക്കും. ഓക്കെ. ഇങ്ങനെ വാവ്, ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. സീൻ സാധനം. വാവ്, അടിപൊളി. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്.
എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ടീം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂട്ടിന് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. പേര് പറയാം, ഡോണി. ഓക്കെ, ആ വീട് പടന്തലൂടാണ്. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് സൈഡാണ് ചേട്ടൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഒരു ടിപ്പർ ഡ്രൈവറാണ് ചേട്ടൻ. എന്നിട്ട് പുള്ളിക്കാരൻ ഞായറാഴ്ച ഒരു ദിവസത്തെ വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ചേർന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ ഇവിടെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടുത്തെ ഈ ഒരു ഹോട്ടലിൽ നമ്മളെല്ലാ ചെറുക്കന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് തൃപ്പരി പോകാനാണ് പ്ലാന്. അപ്പോൾ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരാൾ ടീംസൊക്കെ തിരിച്ചു പോയി. അടുത്ത് ബാക്കിയുള്ളവരും കാര്യങ്ങളെല്ലാവരും നമ്മൾ നേരെ ഇനി തൃപ്പരപ്പിലോട്ടാണ് പോകാനുള്ള പ്ലാനിങ്. പിന്നെ ഗോപ്രോയിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഗോപ്രോ ചാർജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ശരി എന്നാൽ. അങ്ങനെ നമ്മളിവിടെ നേരെ തൃപ്പരപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. തൃപ്പരപ്പെത്തിയിട്ടുണ്ട്. ഓക്കെ, ഗോപ്രോയിൽ കുറച്ച് ചാർജേ ഉള്ളൂ. അത്യാവശ്യം ഉള്ള ചാർജ് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തിരുന്നു വീഡിയോ. ഓക്കെ, அப்புறம் அதே அண்ணா அங்கே அதை அந்த மாதிரி வச்சா குழப்பம்டா. வண்டி போமா, ஆட்டோ போமா. இந்த சைடு கேப் இருக்குல்ல, இறங்கி போகாது. அப்படியா? ஆமாம், ஃபோட்டோ எடுக்கணுமா? ஃபோட்டோ எடுக்கணுமா? ஆமாம், அதான் ஸ்ட்ரைட்டாக விடுங்க. இதை வச்சு விடுங்க, இதை வச்சு விடுங்க. இல்லைண்ணா ഇവിടെ ഇങ്ങനെ വെക്കട്ടാ, പ്രശ്നം ഉണ്ടോ? പോസ്റ്റിന്റെ അപ്പുറത്ത് വെക്കട്ടോ. പോസ്റ്റിന്റെ நடந்து வரது கஷ்டமாக இருக்குது. நடந்து வரது പോസ്റ്റിന്റെ അപ്പുറത്ത് ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടിയും കാര്യങ്ങളെല്ലാം അതവിടെ വരിവരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റാലിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ടോട്ടലി ഉണ്ടായിരുന്നത് 4 റാലിയും ബാക്കി വന്നിട്ട് ഓക്കെ, നമ്മളെ കൂട്ടത്തിൽ മൊത്തത്തിൽ ടോട്ടലി വന്നിട്ട് 4 റാലിയും ബാക്കി വന്നിട്ട് ഒരു 1, 2, 3, 4, 5, 6, 7, 8 എക്സ്ട്രാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രാവലും കാര്യങ്ങളും നമ്മളിവിടെ തൃപ്പരപ്പ് ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പരപ്പാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തീർന്നിട്ടുണ്ട്. ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്ടിലാണ്. വീട്ടിൽ പോയിട്ട് ബാക്കി എന്തിനാണെന്ന് വെച്ച് ചെയ്യാം, വേറെ വീഡിയോ ചെയ്യാം. കാരണം ഫോണിലും ചാർജില്ല, നമ്മളെ ഗോപ്രോയിലും ചാർജും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് തെറിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു കിടിലൻ വീഡിയോ ആയിരിക്കും. ശരി എന്നാൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശരി അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഗംഭീര മഴ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് വീട്ടിനടുത്തൊരിടത്ത് ഒരു മരമൊക്കെ ഒടിഞ്ഞ് ലൈനിൽ കൂടെ നിന്ന് പോസ്റ്റൊക്കെ പോയി കറണ്ടും ഒന്നുമില്ലാതെയൊക്കെയാണ് ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കറണ്ട് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി 2 മണി എങ്ങാണ്ടായപ്പോഴാണ് കറണ്ട് കണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചാർജിന് ഫോൺ കൊണ്ടിട്ടിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീച്ച് ഇപ്പോഴാണ് വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാച്ചി മഴ തന്നെ ചെയ്ത്. അപ്പോൾ എന്തായാലും ഇന്നലെ ആ ഒരു ക്ലബ്ബ് ഫസ്റ്റ് റൈഡാണ്. അപ്പം വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പം ഇനി നിങ്ങൾക്ക് ഈ ക്ലബ്ബിൽ ചേരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നാണെങ്കിൽ നമ്മളിവിടെ തിരുവനന്തപുരത്തിനകത്തുള്ളവരാണ്. നിങ്ങൾക്ക് ചേരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇതേ സെയിം നെയിം തന്നെയാണ്, DM ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ക്ലബ്ബിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറഞ്ഞ് ക്ലാക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പുതുതായിട്ട് ആരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.